മഹാകാന്താരം മൂന്നാം ഭാഗം. ഗാന്ധാരി മകനെ അനുഗ്രഹിക്കാൻ ആശിച്ചു. യഥോ ധർമ്മസ്തോ ജയ എന്ന 17 ദിവസവും പറഞ്ഞ് ആശീർവദിച്ച മകനെ അവസാനത്തെ ദിവസം താൻ ജീവിതത്തിൽ ആർജിച്ച തപസ്സുകൊണ്ട് മകനെ ആശീർവദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ താൻ വ്യക്തിപരമായ ജീവിതത്തിൽ നേടിയ പുണ്യം മകന് ദാനം ചെയ്യുവാനുള്ള ആ ശ്രമത്തിലും ഗാന്ധാരി പരാജയപ്പെടുത്തി. സാക്ഷാൽ കൃഷ്ണൻ പരാജയപ്പെടുത്തി എന്നതാണ് വാസ്തവം. വാസ്തവത്തിൽ ഗാന്ധാരിയുടെ മഹത്വത്തിന് ഒരു മാറ്റം കൂട്ടുകയാണ് കൃഷ്ണൻ അവിടെ ചെയ്തത്. ഇനിയും ഗാന്ധാരിയെ ഇങ്ങനെ തപോനിഷ്ഠയാക്കി തീർത്ത ആരാണെന്ന ചോദ്യമാണ് ഉദിക്കുന്നത്. അതാണ് മൂന്നാം ഭാഗത്ത് പറയാൻ പോകുന്നത്. വൈരനിര്യാതന ബുദ്ധിയുള്ള സാധാരണയായ ഗാന്ധാരിയെ, സാധാരണ എന്ന് പറയുമ്പോൾ മാനുഷിക വികാരങ്ങളുടെ കാര്യത്തിലാണ്, ആഢ്യത്വത്തിന്റെ ഗുണഗണങ്ങളായ അഹങ്കാരവും ദർപ്പവും മറ്റും അല്പം കൂടുമെന്നല്ലാതെ കുറയാൻ കാരണമില്ല. അങ്ങനെയുള്ള ഗാന്ധാരപുത്രിയെ ശ്രീകൃഷ്ണനെ ശപിക്കാൻ തക്ക ശേഷിയുള്ള ഒരു യോഗിനിയാക്കി തീർത്തത് ആരായിരിക്കാം? എന്ത് വികാരമായിരിക്കാം? അത് കുന്തിയല്ലാതെ മറ്റാരുമല്ല. ആരെ? കുന്തിയോ? വിവാഹപൂർവ്വ ബന്ധത്തിൽ ഉണ്ടായ ശിശുവിനെ നിഷ്കരണം നദിയിൽ വലിച്ചെറിഞ്ഞ കുന്തിയോ? അതെ, കുന്തി തന്നെ. ജീവിതത്തിന്റെ യൗവനത്തുടിപ്പിൽ ആകാംക്ഷയുടെ നിറവിന്റെ നിമിഷങ്ങളിൽ തനിക്ക് പറ്റിയ ആ പിഴവിന് ജീവിതം മുഴുവൻ ദുഃഖിക്കേണ്ടി വന്ന കുന്തി. എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിലും ജനിച്ചിട്ടും ദുഃഖത്തിന്റെയും ത്യാഗത്തിന്റെയും പാനപാത്രം സ്വയം ഭരിച്ച കുന്തി. ആരാണ് കുന്തി? ശൂരസേനന്റെ പുത്രി, വസുദേവരുടെ സഹോദരി, ശ്രീകൃഷ്ണന്റെ അപ്പച്ചി. അതാണ് കുന്തി. ശൂരസേനന്റെ സുഹൃത്തായിരുന്ന കുന്തി ഭോജന് ചെറുപ്പത്തിലേ ദത്ത് കൊടുത്തു തികച്ചും അപരിചിതമായ സാഹചര്യത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഹതഭാഗ്യ. അതാണ് പ്രത എന്ന കുന്തി. ശൂരസേനന്റെ മകളായ പൃഥ അങ്ങനെ കുന്തിയായി മാറി. ക്ഷിപ്രകോപിയായ ദുർവാസാവിനെ ഭക്തിപുരസരം ശുശ്രൂഷിച്ചതിന് കിട്ടിയ പാരിതോഷികമായിരുന്നു കുന്തിയുടെ ജീവിതം. കുന്തി ദുർവാസാവിനെ ശുശ്രൂഷിച്ചതിന്റെ വികലമായ ധാരാളം കഥകൾ പലരും എഴുതാറുണ്ട്. ദുർവാസാവിനെ മുഹമ്മദ് നബിയായി കാണുന്നവരാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഹരിചന്ദ്രനും ശ്രീരാമനും അവർക്ക് ഭീകരരും അറംഗസീബും മുഹമ്മദ് കോറിയും ഉത്തമ പുരുഷന്മാരുമാണ്. കുന്തി പാണ്ഡുവിന്റെ പത്നിയായി. കുന്തിക്ക് ദുർവാസാവിൽ നിന്ന് കിട്ടിയ 5 വരങ്ങളിൽ ഒന്ന് പരീക്ഷിച്ചപ്പോഴാണല്ലോ കർണൻ ജനിച്ചത്. കുന്തി ജീവിതത്തിൽ ചെയ്ത ഏക അപരാധമാണത്. മധുരം നുകരാനുള്ള സന്ദർഭം ഉണ്ടായപ്പോൾ പോലും അത് സ്വയം ത്യജിച്ച് കയ്പുനീര് കുടിച്ചവളാണ് കുന്തി. പിന്നീട് ജീവിതം മുഴുവൻ കയ്പുനീര് കുടിച്ചു പാണ്ഡുവിന്റെ പത്നിയായപ്പോഴും ഭർത്തൃസുഖം വേണ്ടത്ര ലഭിക്കാത്ത ഹതഭാഗ്യ. സാമ്രാജ്യ വിസ്തൃതിക്ക് വേണ്ടിയുള്ള യുദ്ധയാത്രയിൽ നിന്നും മടങ്ങി വന്നത് മാദ്രി എന്ന രാജകുമാരിയെ 2ാമത്തെ പത്നിയാക്കിക്കൊണ്ടാണ്. ശാപഗ്രസ്തയായ പാണ്ഡുവിന്റെ സമ്മതത്തോടുകൂടി ദുർവാസാവിൽ നിന്ന് ലഭിച്ച വരബലത്താൽ കുന്തി ദേവിക്ക് 3 പുത്രന്മാർ ഉണ്ടായി. ശേഷിച്ച ഒരു മന്ത്രം മാദ്രിക്ക് നൽകി. 2 പുത്രന്മാർ മാദ്രിക്ക് ഉണ്ടായി. അങ്ങനെ 5 പുത്രന്മാർ. മാദ്രി കാരണം പാണ്ഡു ഹതനാകുന്നു. പാണ്ഡുവിന്റെ ചിതയിൽ ചാടി മാദ്രി സതിയാകുന്നു. പറക്കമുറ്റാത്ത 5 കുട്ടികളുമായി കുന്തി സ്വന്തം രാജധാനിയിൽ എത്തുന്നു. പിന്നീടുള്ള ജീവിതം സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സമുദ്രമായിരുന്നു. ഈ കുന്തി ഗാന്ധാരിയുടെ പ്രേരണാ സ്രോതസ്സാണ്. കൃഷ്ണനെ പള്ളു പറയാത്ത ഏതെങ്കിലും കൃഷ്ണഭക്തർ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ ധാരാളം പള്ളു പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാൻ ഒരു കവിത എഴുതി. ആ കവിത എനിക്ക് മയൂർ വിഹാർ ക്ഷേത്രത്തിൽ
ഞാൻ എഴുതിയ ശ്രീകൃഷ്ണചരിതം ഹരികഥ അവതരിപ്പിക്കാൻ പല പ്രാവശ്യം അവസരം ചോദിച്ചിട്ടും അപേക്ഷ കൊടുത്തിട്ടും തരാതിരുന്നപ്പോൾ അവസാനം വീണ്ടും കൊടുക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ എഴുതിയ കവിതാരൂപത്തിൽ തന്നെ അപേക്ഷ എഴുതി കൊടുത്തു. അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു: കല്ലാണ് നിന്റെ നെഞ്ചം കല്ലിൽ മനഞ്ഞതാമം കാരുണ്യഹീനമായ കണ്ണന്റെ സന്നിധാനം മാറ്റങ്ങളൊന്നുമില്ലേ മാധവൻ നായരിലും വേദവിശേഖരന്റെ ഭാരവാഹിത്രമത്തെ തെല്ലും കനിഞ്ഞതില്ലി കാരുണ്യമൂർത്തി കണ്ണൻ തെല്ലും നുരച്ചിടാനായി തന്നില്ലെനിക്ക് വേദിയായി തമ്പിതിച്ചിടുന്നു വായ്ത്തലയ്ക്കമ്പലത്തിൽ മാനവൻ മാധവന്റെ ഭരണസാരഥ്യമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെയും കുറച്ചുകൂടി ഉണ്ട് ആ കവിത, അത് മറ്റൊരു അവസരത്തിലാകാം. എന്ന് മയൂർവിഹാറിലെ കണ്ണനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. മയൂര് വിഹാര മധുസൂദനെ മധുരമനോഹര മുരളീധരനെ യമുനാ നദിയുടെ പുണ്യനിവാസ യദുകുല നാരി ഹൃദയവിഹാര എന്നൊരു കവിതയും എന്ന ഭക്തിഗാനവും ഞാൻ മയൂർവിഹാറിലെ കണ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പമ്പാസരസം ലോകമനോഹരം എന്ന പമ്പയുടെ സമുദ്രാഗമനത്തെ കുറിക്കുന്ന കവിതയിൽ എത്ര സ്ഥലങ്ങളിലാണ് ഞാൻ കണ്ണനെ ആവാഹിച്ചിരുത്തി പള്ളു പറഞ്ഞിരിക്കുന്നത്. കള്ളക്കണ്ണൻ വഴിവക്കിൽ വലയം വീശിയിരുന്നതിനാൽ വൈകിപ്പോയി വരുവാനായി വൈകി പുടവകൾ അണിയാനും എന്ന് തിരുവൻമണ്ടൂർ കൃഷ്ണനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞതിനർത്ഥം ഗാന്ധാരിയുടെ കടുത്ത ശാപത്തിന് പിന്നിലും കടുത്ത ഭക്തിയും പ്രേമവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വെറും സാഹചര്യത്തിൽ വെറുക്കേണ്ട സാഹചര്യത്തിൽ പോലും വെറുക്കാൻ കഴിയാത്തവണ്ണം ഒരലൗകിക പ്രേമം, അല്ലെങ്കിൽ തന്നെ എല്ലാം അറിയാവുന്ന കൃഷ്ണൻ ഈ ശാപം വാങ്ങുവാൻ പിന്നാലെ ചെല്ലേണ്ട കാര്യമുണ്ടോ? ഭൗതി മേഞ്ഞെടുത്ത് തന്നെയാണല്ലോ മേയുന്നത് എന്ന അള്ളപ്പാടാണ് കൃഷ്ണന്റെ വായിൽ നിന്നും അങ്ങനെ ഉണ്ടായത്. കൃഷ്ണനെ ശപിച്ചപ്പോൾ അതാണ് കൃഷ്ണൻ പറഞ്ഞത്. ആ ശാപം 3 പന്തീരാണ്ട് കഴിയുമ്പോൾ നീയും നിന്റെ വംശവും തമ്മിൽ തല്ലി നശിക്കും എന്ന് ആ ശാപം കേട്ട മാത്രയിൽ കൃഷ്ണൻ പറഞ്ഞത് ഭൗതി മേഞ്ഞെടുത്ത് തന്നെയാണല്ലോ മേയുന്നത് എന്ന അരുളപ്പാടാണ്. അതെങ്ങനെയെന്ന് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഭഗവാന്റെ തിരുവുള്ളം തുറക്കലും കൂടിയായപ്പോൾ ഗാന്ധാരി ഞെട്ടിപ്പോയി. സ്വന്തം ആയുസിന്റെ കാര്യത്തിൽ പോലും തികഞ്ഞ നിഷ്പക്ഷത, വംശത്തിന്റെ കാര്യത്തിൽ നിഷ്പക്ഷത ഇത് ലോകത്തിൽ മറ്റെവിടെയാണ് കാണുക? ലേഖനം ശിവകുമാറായത്. ഇത് ഇവിടെ സമാപിക്കുന്നു. ഇത് 3 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒറ്റ ഭാഗമായിട്ട് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ പല്ല് എടുത്തത് കൊണ്ട് സംസാരിക്കാനുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ ധാരാളം ഹരികഥകളൊക്കെ, ഞാൻ എഴുതിയ കാവ്യങ്ങളൊക്കെ ഹരികഥയായിട്ട് അവതരിപ്പിച്ചിരുന്നതാണ്. നമസ്കാരം.